നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PV അൻവറുടെയും KT ജലീലിൻ്റെയും ഒക്കെ അനിഷ്ടത്തിന് പാത്രമായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. മലപ്പുറം SP ശശിധരൻ അടക്കം ഏറ്റവും പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്നലെ സ്ഥലം മാറ്റിയത്. ഇത് PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള ചില ധാരണകളുടെ പുറത്താണ് എന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറം SP-യും 16 DYSP-മാരെയും അടക്കം കൂട്ടസ്ഥലമാറ്റമാണ് ഇന്നലെ സർക്കാർ നടത്തിയത്. PV അൻവറിന്റെ അനിഷ്ടത്തിന് പാത്രമായ എല്ലാ ഉദ്യോഗസ്ഥരും ഇന്നലെ സ്ഥാനത്ത് നിന്ന് തെറിച്ചു. ജില്ലാ പോലീസ് മേധാവി ശശിധരനെതിരെ രൂക്ഷമായ പരാതികളൊന്നും PV അൻവർ ഉയർത്തിയിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മലപ്പുറം SP-യെ മാറ്റിയത്? തന്റെ പാർക്കിലെ ടൺ കണക്കിന് ഭാരമുള്ള ഇരുമ്പ് റോപ്പ് രാത്രിയിൽ സംഘടിതമായി മോഷണം പോയി. ഇതിൽ പരാതി നൽകിയിട്ടും വേണ്ടത്ര ശുഷ്കാന്തിയോടെ പോലീസ് അന്വേഷണം നടത്തിയില്ല എന്നത് മാത്രമാണ് ശശിധരനെതിരെയുള്ള പരാതി. എന്നാൽ KT ജലീൽ കടുപ്പിച്ചു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്ന് മരംമുറി നേരിട്ട് പരിശോധിക്കാൻ ശ്രമിച്ച അൻവറിനെ പക്ഷേ ക്യാമ്പ് ഓഫീസിലേക്ക് അന്ന് ശശിധരൻ പ്രവേശിപ്പിച്ചില്ല. അതിൻ്റെ പകയും PV അൻവറിൻ്റെ ഉള്ളിലുണ്ട്. അവസാന നിമിഷം വരെ ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുകയാണ് സർക്കാർ. പെട്ടെന്ന് തന്നെ തൻ്റെ അവധി അപേക്ഷ പിൻവലിച്ച് അജിത് കുമാർ സർവീസിൽ ജാഗ്രതയോടെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇന്ന് മന്ത്രിസഭാ യോഗം, തൊട്ടപ്പുറത്ത് LDF യോഗം. LDF യോഗത്തിൽ CPI പിണറായി വിജയനെ പൊരിക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനോട് പിണറായി എങ്ങനെ പ്രതികരിക്കും? അജിത് കുമാറിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം രൂക്ഷമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. LDF-ലെ ഘടകകക്ഷികൾക്ക് അജിത് കുമാറിനോട് ശക്തമായ അതൃപ്തിയുണ്ട്. നിർണായക LDF യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. അജിത് കുമാറിനെ മാറ്റണം എന്ന കടുത്ത നിലപാടിൽ CPI-യും RJD-യും ഒക്കെ തുടരുന്നു. PV അൻവർ ഇന്നലെ ശക്തമായ പ്രതികരണങ്ങളാണ് മാധ്യമങ്ങളിൽ നടത്തിയത്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, എല്ലാവരെയും തൂക്കിക്കൊല്ലുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല. അന്വേഷണം നടക്കട്ടെ, നേരെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയില്ലല്ലോ. പടികൾ മുഴുവൻ കയറിയാലേ അപ്സ്റ്റെയറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ പുറത്തു പറയാൻ പോകുന്നത് ഈ സർക്കാരിനെയും പാർട്ടിയെയും അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളാണ്. പോലീസിൻ്റെ സീക്രട്ട് റിപ്പോർട്ടുകൾ എൻ്റെ പക്കലുണ്ട്. ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇന്നലെ PV അൻവർ നടത്തിയത്. കേരള പോലീസിൻ്റെ സീക്രട്ട് റിപ്പോർട്ടുകൾ, ഫയലുകൾ PV അൻവറിൻ്റെ പക്കൽ എങ്ങനെയെത്തി? ഇതാരാണ് അൻവറിനെ ഏൽപ്പിച്ചത്? അങ്ങനെയെങ്കിൽ പോലീസിനുള്ളിൽ അൻവറിൻ്റെ ചാരന്മാരുണ്ട്. KT ജലീൽ മലപ്പുറം SP ശശിധരനെ അടക്കം സംഘിച്ചാപ്പകുത്തി ആക്രമിക്കുമ്പോൾ മറുവശത്ത് അൻവർ പോലീസിൻ്റെ സീക്രട്ട് റിപ്പോർട്ടുകൾ ചോർത്തുന്നു. എന്നാൽ അൻവർ പറയുന്നു തൻ്റെ കയ്യിലുള്ള തെളിവുകളൊന്നും ആഭ്യന്തരമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല. ചുരുക്കത്തിൽ പിണറായി വിജയനെ ശരിക്കും വിരട്ടുന്ന വാക്കുകൾ തന്നെയാണ് അൻവർ തൊടുത്തുവിടുന്നത്. P ശശിക്കെതിരായല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായാണ് താൻ പരാതി നൽകുക. പൊളിറ്റിക്കൽ സെക്രട്ടറി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. സൂചനാ തെളിവുകളടക്കം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നാണ് PV അൻവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് മുഴുവൻ പോലീസാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പോസ്റ്റിംഗ് നടത്തുന്നത് മുഖ്യമന്ത്രി തനിച്ചല്ല എന്ന രൂക്ഷമായ വാക്കുകൾ ഇന്നലെ അൻവർ ഉയർത്തി. ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടി മാറ്റും എന്ന സൂചനകൾ അൻവർ തന്നെ പുറത്തുവിടുന്നു. അൻവറിന് പിന്നിൽ KT ജലീലും കാരാട്ട് റസാഖും മാത്രമല്ല, MV ഗോവിന്ദനെ പോലെ കരുത്തരുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അൻവറിൻ്റെ വാക്കുകൾ. PV അൻവറിനെ ന്യായീകരിച്ചുകൊണ്ടും പോലീസിനെതിരെ പ്രതികരിച്ചുകൊണ്ടും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി MV ഗോവിന്ദൻ നടത്തുന്ന പ്രസ്താവനകളിൽ ചില അപകടങ്ങൾ പിണറായി വിജയൻ മണക്കുന്നു. അതുകൊണ്ടാണ് തിരക്കിട്ട് അൻവറിന് മുന്നിൽ പിണറായി വിജയൻ കീഴടങ്ങിയത്. ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരെ ബലികെടുത്തുകൊണ്ട് ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുക മാത്രമല്ല പിണറായി വിജയന്റെ ലക്ഷ്യം. അതിലപ്പുറം അൻവറിന്റെ കയ്യിലിരിക്കുന്ന രഹസ്യരേഖകൾ പുറത്തു പോകാതിരിക്കാൻ പിണറായി തത്രപ്പെടുന്നു. പിണറായി വിജയൻ അൻവറിന്റെ കാലിൽ വീണു എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നതും അതുകൊണ്ടുതന്നെ. ADGP അജിത് കുമാറിനെ മാറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ഇന്നലെയും PV അൻവർ പറഞ്ഞു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയെ നേർക്കുനേർ വെല്ലുവിളിക്കാൻ PV അൻവറിനെ പോലെ ഒരു ഭരണകക്ഷി MLA-ക്ക് സാധിക്കുന്നുവെങ്കിൽ അതിനു പിന്നിൽ വലിയ ശക്തികളുണ്ട്, അതിനു പിന്നിൽ കളികളുണ്ട്. അവിടെയാണ് നമ്മൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കേണ്ടത്. 6 ദിവസങ്ങൾക്ക് മുൻപ് KT ജലീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനൊപ്പം KT ജലീലും PV അൻവറും ചേർന്നിരിക്കുന്ന ഒരു ചിത്രം കൂടി ചേർത്തിരുന്നു. ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ. വഞ്ചകരും അഴിമതിക്കാരുമായ IPS ഏമാന്മാർ കുടുങ്ങും, സംശയം വേണ്ട. എല്ലാ കള്ളനാണയങ്ങളെയും തുറന്നു കാട്ടപ്പെടും.
ഒരിറ്റ് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിതപ്പാം എന്ന മോഹം സബലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത്. ദൈവത്തിൻ്റെ കണ്ണുകൾ മിഴി തുറന്നു. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും എന്നായിരുന്നു അന്ന് KT ജലീൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ ശശിധരനെയും VV ബെന്നിയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ KT ജലീൽ പച്ചയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടു. വിക്കറ്റ് നമ്പർ 2 മലപ്പുറം SP S ശശിധരനെ മാറ്റിയെന്നാണ് ആ പോസ്റ്റ്. മലപ്പുറം SP ശശിധരനെതിരെ ശക്തമായ ആരോപണങ്ങളൊന്നും ഇതുവരെ ഉയർന്നു കേട്ടില്ല. എങ്കിലും KT ജലീൽ പറയുന്നു ശശിധരൻ സംഖ്യയാണ്. വർഗീയത കലർത്തിയാണ് ശശിധരൻ്റെ അന്വേഷണങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കേസുകളുടെ എണ്ണം കൂടിയെന്നതാണ് ഇരുവരുടെയും പരാതി. നേരത്തെ സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കുമ്പോൾ കേസുകളുടെ എണ്ണം കുത്തനെ കൂട്ടി. ശശിധരൻ പിന്നീട് അതേ പാത തന്നെയാണ് തുടർന്നത്. അദ്ദേഹം അന്വേഷിക്കുന്ന കേസുകളിൽ വർഗീയത ചാലിച്ചു വെച്ചു എന്നതാണ് ശശിധരനെതിരെയുള്ള കുറ്റപത്രം. IPS ഉദ്യോഗസ്ഥരിൽ സംഖ്യകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതാണ് ശശിധരൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ KT ജലീൽ നിരത്തുന്ന കുറ്റപത്രം. തൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ വർഗീയ താൽപ്പര്യങ്ങൾ വെച്ച് കാണാൻ താൽപ്പര്യപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് S ശശിധരനെ പോലെയുള്ളവർ എന്ന് പച്ചയ്ക്ക് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. വർഗീയവാദികളും അഴിമതിക്കാരുമായി റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കുന്നില്ല എന്നതാണ് KT ജലീലിൻ്റെ പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം. ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നെറികേടുകൾ ഉറക്കെ പറയാൻ ആരും മെനക്കെടാത്തത് ഭയം കൊണ്ടാണ്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെങ്കിലും ഈ മൂർഖന്മാർ കൊത്തിക്കൊല്ലും എന്ന ഭയം. KT ജലീൽ ശശിധരനെതിരെ കുറിച്ചിട്ടിരിക്കുന്നത് ഒരേ ഒരു ആരോപണം, ഒരു മുൻ മജിസ്ട്രേറ്റിന്റെ വാക്കുകൾ. ശശിധരന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടണമെങ്കിൽ മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പും മാത്രം മതിയെന്നാണ് ജലീൽ പറയുന്നത്. ഇനി മജിസ്ട്രേറ്റ് M താഹ എഴുതിയ കുറിപ്പും അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നതും എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. 2009 പാനായിക്കുളം NIA കേസിലെ പ്രതി നിസാമിന് ജാമ്യം അനുവദിച്ച മജിസ്ട്രേറ്റ്, ആ ജാമ്യം നിയമപരമായി ശരിയല്ല എന്ന വാദമാണ് ശശിധരൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിനെതിരെ ശശിധരൻ ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോയി. അതാണ് മജിസ്ട്രേറ്റിനെ പ്രകോപിപ്പിച്ചത്. ആ സംഭവമാണ് KT ജലീൽ എടുത്തു പറയുന്നത്. മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂട്ടി മലപ്പുറത്തുകാരെ അപമാനിച്ചു, എടുക്കുന്ന കേസുകളിലൊക്കെ വർഗീയതയുണ്ട് എന്ന് KT ജലീലിനെ പോലൊരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിശക്തമായ ലോബിയുടെ മുന്നിൽ പിണറായി വിജയൻ തോറ്റ് തുന്നം പാടി പമ്പരം പോലെ കറങ്ങി നിലത്ത് വീണ് ഉരുളുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അൻവറുമായി പിണറായി വിജയൻ സെറ്റിൽമെൻറ്റ് ചെയ്തു എന്ന് വേണം ധരിക്കാൻ. സ്വന്തം തടി തപ്പാൻ ഇത്തരം സെറ്റിൽമെൻറ്റുകൾ കൂടിയേ കഴിയൂ ഇത്തരം മുഖ്യമന്ത്രിമാർക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.